ഹലോ ഗൈസ്, ഒരു പുതിയ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ്, ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള 5 മത്സരമാണ്. അതും 5 ഹോം മത്സരങ്ങളാണ് ഗൈസ്. നല്ല അഡ്വാൻറ്റേജ് ഉള്ള മാച്ചാണ്. നമ്മൾ ഹോം ഗ്രൗണ്ടിലാണ് 5 മത്സരം ഇനിയുള്ളത് ഗൈസ്. ആദ്യത്തെ മത്സരം എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റുമായിട്ടാണ് 15-ാം തീയതി ഗൈസ്. നമുക്ക് ഈ 5 മത്സരത്തിൽ എത്ര കളി ജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കളി ഇനിയും വരുന്നത് നോർത്ത് ഈസ്റ്റുമായിട്ട് 15-ാം തീയതിയാണ് ഗൈസ്. അത് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നോർത്ത് ഈസ്റ്റ് 2 കളിയും തോറ്റാണ് വരുന്നത്. നമ്മളാണ് ബംഗളൂരു FC തോപ്പിച്ച് ഇപ്പം വിജയിച്ച് നല്ലൊരു ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത് ഗൈസ്. വേണേൽ നമുക്ക് ഈസി ആയിട്ട് 3 പോയിൻ്റ് കിട്ടുന്ന ഒരു മാച്ചാണ് ഗൈസ്. അത് കഴിഞ്ഞുള്ളത് 18-ാം തീയതി ജംഷഡ്പൂരുമായിട്ടാണ് ഗൈസ്. ആ കളി നല്ല ടൈറ്റായിരിക്കും. ഡു ഓർ ഡൈ സിറ്റുവേഷൻ പോലെ ഭാഗ്യം കൊണ്ട് ജയിക്കും അതുപോലത്തെ ഒരു മാച്ചായിരിക്കും. കാരണം ജംഷഡ്പൂർ നല്ല ടീം തന്നെയാണ് ഈ സീസണിൽ. അത് കഴിഞ്ഞുള്ള ഒഡീഷ ആയിട്ടുള്ള മാച്ചാണ്. അത് 23-ാം തീയതിയാണ് ഗൈസ്. ആ മത്സരം നമുക്ക് സുഖമായിട്ട് കാണാൻ ജയിക്കാം. കാരണം അവർക്ക് ഒറ്റ ഒരു ഫോറിൻ പ്ലെയറേ ഉള്ളൂ. അവരും ലാസ്റ്റ് കളി തോറ്റിട്ടാണ് വരുന്നത്. അവരും നല്ല ഫോമൊന്നുമില്ല. പിന്നെ അവർക്ക് ഒരു ഫോറിൻ പ്ലെയർ പോലും ഇല്ല. അതാണ് ഏറ്റവും നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത്. എന്നാലും ഒഡീഷ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള കളി നമുക്ക് മെയ് 10-ാം തീയതിയാണ് മൂവ്മെൻറ്റ്സുമായിട്ട് ഗൈസ്. അത് നമുക്ക് സൂപ്പറായിട്ട് ജയിക്കാം. കാരണം അവർ ഒരു കളി പോലും ജയിച്ചിട്ടില്ല. 7 കളി 7 തോൽവിയാണ് ഗൈസ്. വേണേൽ പിന്നെ പറയാൻ പറ്റത്തില്ല, കേരള ബ്ലാസ്റ്റേഴ്സാണ്. വേണേൽ അവർക്കും നമ്മൾ 3 പോയിൻ്റ് കൊടുക്കും തോറ്റ്. എന്തായാലും ആ കളി നമുക്ക് സുഖമായിട്ട് ജയിക്കാം. പിന്നെ ലാസ്റ്റ് കളി മെയ് 17-ന്, അത് ഗൈസ് ഗോവയായിട്ടാണ്. അതും നല്ല ടൈറ്റ് മാച്ച് തന്നെയായിരിക്കും ഗൈസ്. ഈ 5 മത്സരത്തിൽ നമുക്കൊരു 3 കളിയിലും സുഖമായിട്ട് ജയിക്കാം. 9 പോയിൻറ്റും കിട്ടും 3 കളിയിൽ. സുഖമായിട്ട് നമുക്ക് 3 കളി ജയിക്കാം. പിന്നെ പാടുള്ള 2 കളി എന്ന് വെച്ചാൽ ജംഷഡ്പൂരുമായിട്ടുള്ളതും പിന്നെ ഗോവയായിട്ടുള്ള മാച്ചാണ്. എന്തായാലും ഇത് എത്ര കളി ജയിക്കും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പം ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.